Hello guys, welcome to new video. അപ്പോൾ കുറേ ദിവസമായി എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് സാറേ ഇംപ്രൂവ്മെന്റ് എക്സാം വരില്ല. ഇംപ്രൂവ്മെന്റ് എക്സാം ഞാൻ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, എവിടെയൊക്കെ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് 100 കൂട്ടം ചോദ്യങ്ങളാണ്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. പരീക്ഷയുടെ സമയമാകുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരും അല്ലേ. അപ്പോൾ ആ സംശയങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയട്ടെ, നമുക്ക് പഠിക്കാനുള്ളത് +1 പഠിക്കാനുള്ള നമുക്ക് 2 തരത്തിലുള്ളത്. ഒന്ന് ഇന്ത്യൻ എക്കോണമി, മറ്റൊന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്കോണമി നമ്മൾ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം, എവിടെയൊക്കെ പഠിക്കണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പഠിക്കാനുള്ളത് ഒരുപാട് ബ്രാഞ്ച് ഉണ്ടല്ലോ. എക്കണോമിക്സിന് നാനാവധി ബ്രാഞ്ചുകളുണ്ട്. അതിൽ നമ്മളാകെ പഠിക്കുന്നതാണ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ബ്രാഞ്ചും അതേപോലെ സ്റ്റാറ്റിക് ഫോർ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഭാഗമേ പഠിക്കുന്നുള്ളൂ +1. അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് ആകെ പഠിക്കാനുള്ള 2 പുസ്തകങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്, മറ്റൊന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഇക്കണോമിക്സ് എന്ന് പറയുന്ന പുസ്തകമാണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് അങ്ങനെ തന്നെ പഠിച്ചു. കാരണം എല്ലാവരും സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പുസ്തകം സമഗ്രയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാറുണ്ട്. പക്ഷെ അത് കിട്ടുന്നത് നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുന്നത്, സ്റ്റാറ്റി ഓപ്ഷൻ ആയിട്ട് പഠിക്കുന്നവർക്കുള്ള ബുക്കായിരിക്കും കിട്ടുക. അപ്പോൾ പേപ്പറിൻ്റെ പേര് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ്. ഇത് എവിടെ നിന്ന് കിട്ടും എന്നൊരു ഡൗട്ട് ആണെങ്കിൽ പറഞ്ഞു തരാം, നോക്കിക്കോളും. അപ്പോൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞേ, നമ്മുടെ പുസ്തകം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സമഗ്രയിൽ പോവുക. ഓക്കെ, സമഗ്ര ഉണ്ടല്ലോ, സമഗ്രയിൽ പോവുക. അവിടെ നമുക്ക് വേണ്ട ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുന്ന സമയത്ത് +1 അല്ലേ, +1 ഉണ്ടാവും നമ്മുടെ, അല്ലെങ്കിൽ +1 നമ്മൾ പറയുന്ന ക്ലാസ് 11 എന്ന് പറഞ്ഞതുണ്ടാവും. ഈ ക്ലാസ് 11 നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ട കാര്യം എക്കണോമിക്സ് എന്ന് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, എക്കണോമിക്സ് എന്ന് മാത്രം സെലക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് പറ്റും, ഈ 2 പുസ്തകങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ പുസ്തകം ഉണ്ടാവും, അതേപോലെ നമ്മുടെ സ്റ്റാറ്റിയുടെ പുസ്തകം ഉണ്ടാവും, സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ തന്നെ ശ്രദ്ധിക്കുക. എന്താ ചെയ്യേണ്ടത്, ആദ്യം സമഗ്രയിൽ പോകുന്നു, ക്ലാസ് 11 എടുക്കുന്നു, അതിൽ ഇംഗ്ലീഷ് എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്കണോമിക്സ് എന്ത് ചെയ്യുന്നു, നേരെ ആ പുസ്തകം ഡൗൺലോഡ് ചെയ്യുന്നു. അപ്പോൾ 2 പുസ്തകങ്ങൾ കാണാൻ പറ്റും. ഇത് രണ്ടുമാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കേണ്ടത്. അല്ലാതെ എന്തല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന പേപ്പർ മാത്രം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പേപ്പർ വേറെ പേപ്പർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യ കാര്യം മനസ്സിലാക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ എക്കോണമി നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റേഴ്സ്. ഓക്കെ, പഴയ സിലബസ് പ്രകാരം നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് 10 ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഓക്കെ, 10 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ പുതിയ സിലബസ് പ്രകാരം നിങ്ങൾ പഠിക്കുന്നത് 9 ചാപ്റ്റേഴ്സാണ്. 2023 ഓഗസ്റ്റിലെ സർക്കുലർ പ്രകാരം കേട്ടോ. ഓക്കെ, 2023 ഓഗസ്റ്റ് 2-ാം തീയതി വന്ന സർക്കുലർ പ്രകാരമാണ് ഈ പറയുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് പറയുന്നതാണ്. രണ്ടാമത്തത് ഇന്ത്യൻ എക്കോണമി 1950-1990 എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തത് LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ, അതിൻ്റെ ഒരു അപ്രൈസൽ. ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്നും എന്താണ്, ഇന്ത്യൻ എക്കോണമി മാത്രം റിലേറ്റ് ചെയ്താണ് അല്ലേ. ഇന്ത്യൻ ഇക്കണോമിക് ഹിസ്റ്ററി. ഓക്കെ, ഇന്ത്യൻ ഇക്കണോമിക് ഹിസ്റ്ററിയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചരിത്രം പഠിക്കേണ്ടതാണ് ഈ പറയുന്ന 3 ചാപ്റ്ററുകൾ. ഇനി അടുത്ത വരുന്നത് പോവർട്ടി, 4ാം ചാപ്റ്റർ പോവർട്ടിയാണ്. ഇത് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിലെ ഒരു ഇഷ്യൂ ആണ് കാണിക്കുന്നത്. അടുത്ത കാണിക്കുന്ന 5ാമത്തെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, അതും ഇന്ത്യയിലെ ഒരു ഇഷ്യൂ തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് എന്താണ്, റൂറൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഈ പറയുന്ന ഗ്രാമീണ വികസനം. പിന്നെ നമുക്ക് പഠിക്കാനുള്ള 7ാമത്തെ ചാപ്റ്റർ ഉണ്ട്, അതാണ് എംപ്ലോയ്മെന്റ് ഗ്രോത്ത് ഇൻഫോർമലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോർമലി പഠിക്കുന്നത്. പക്ഷേ 8ാമത് നമുക്ക് ഉണ്ടായിരുന്ന ചാപ്റ്റർ ഏതായിരുന്നു, ഇൻഫ്രാസ്ട്രക്ചർ, അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പകരം ഇപ്പോൾ നമുക്കുള്ള 8ാമത്തെ ചാപ്റ്റർ ഏതാണ്, എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ലാസ്റ്റ് വൺ ഇന്ത്യയെ കമ്പയർ ചെയ്യുന്നു ആരുമായിട്ട്, പാകിസ്ഥാനുമായിട്ടും ചൈനയുമായിട്ടും കമ്പയർ ചെയ്തുകൊണ്ടുള്ള ചാപ്റ്ററാണ് കമ്പാരിറ്റീവ് ഡെവലപ്മെന്റ് എക്സ്പീരിയൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആകെ മൊത്തം നമുക്ക് പഠിക്കാനുള്ളത് 9 ചാപ്റ്റേഴ്സാണ്. എത്ര ചാപ്റ്റേഴ്സ്, 9 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അതിലാദ്യമായിട്ട് പഠിക്കേണ്ടത് ഇന്ത്യൻ എക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ ഇൻ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് എന്തായിരുന്നു ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ എന്നായിരുന്നു. അതിൽ നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ്. ഓക്കെ, ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ്, അതാണ് പറഞ്ഞത് പ്രീ ബ്രിട്ടീഷ് പീരീഡ്. ഓക്കെ, അവർ വരുന്നതിന് മുൻപ് ഇന്ത്യൻ എക്കോണമിയുടെ അവസ്ഥ എന്തായിരുന്നു അത് നിങ്ങൾ നോക്കി വെക്കണം. പിന്നെ നിങ്ങൾ നോക്കി വെക്കേണ്ട 2ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം, അഥവാ അവരുടെ ഭരണകാലത്ത് എന്തായിരുന്നു എന്നുള്ള അവസ്ഥ നോക്കി വെക്കണം. പിന്നീട് ബാക്കിയുള്ള ഈ ഞാൻ കൊടുത്തിട്ടുള്ള ബ്ലൂ കളറിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, ഇതെല്ലാം തന്നെ ഇന്ത്യക്ക് എന്തായിരുന്നു, ഓൺ ദ ഈവ് ആണ്, ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള സമയം ഉണ്ടല്ലോ, ആ സമയത്തുണ്ടായിരുന്ന സിറ്റുവേഷനാണ് പിന്നീട് നമ്മൾ ഈ പറയുന്ന ബ്ലൂവിലെല്ലാം ഞാൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇന്ത്യയുടെ അഗ്രികൾച്ചർ എന്തായിരുന്നു, ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്തായിരുന്നു, ഇന്ത്യയുടെ ഫോറിൻ സെക്ടർ എന്തായിരുന്നു, അതുപോലെ ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ജനസംഖ്യയിലെ ഓരോ ഘടകങ്ങളും എന്തൊക്കെയായിരുന്നുള്ള കാര്യമാണ് നോക്കുന്നത്. പിന്നെ പറയുന്നത് ഓക്യുപ്പേഷൻ, അഥവാ കൂടുതൽ ആളുകളും ജോലി ചെയ്യുന്ന ഏത് മേഖലയിലാണ്, അവസാനം ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെ 6 കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നോക്കാനുള്ളത്. ഏറ്റവും
ഏറ്റവും അവസാനം ഇതിൻ്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നോക്കുന്ന കാര്യം ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചുകൊണ്ട് നമുക്കുണ്ടായിരുന്ന പോസിറ്റീവ്സ് എന്തൊക്കെയായിരുന്നു, അതേപോലെ അവർ ഭരിച്ചത് കൊണ്ട് നമുക്കുണ്ടായിരുന്ന നെഗറ്റീവ്സ് എന്തൊക്കെയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കാനുള്ളൂ. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ പഠിക്കാനുള്ളത്. ഇനി സെക്കൻഡ് ചാപ്റ്ററാണ്, കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഓക്കെ, ഒരു ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്. പക്ഷെ നിങ്ങൾ അതിൽ മെയിനായിട്ട് വെക്കേണ്ട കാര്യം ഒരു എക്കണോമിക് സിസ്റ്റം എന്താണെന്ന് പഠിക്കാനുണ്ട്. അതായത് അതിൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു എക്കണോമിക് സിസ്റ്റം എന്താണ്? ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് നമ്മൾ പറഞ്ഞിട്ട് മിക്സഡ് ഇക്കോണമി അല്ലേ. അപ്പോൾ ഇങ്ങനെ മൂന്നെണ്ണത്തെ കുറിച്ച് അതിൽ പറയുന്നു. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പ്ലാനിങ് അഥവാ കോൺസെപ്റ്റ് ഓഫ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് പ്ലാനിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എന്താണ് പ്ലാൻ എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് 5 years പ്ലാനിൻ്റെ 4 ഗോളുകൾ ഇന്ത്യക്കാരെ അല്ലേ. നമുക്ക് ഏതൊക്കെയുണ്ട്? ഗ്രോത്ത്, ഇക്വിറ്റി, സെൽഫ് റിലയൻസ് ആൻഡ് മോഡേണൈസേഷൻ എന്ന് പറയുന്ന 4 ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്. അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട്. അടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഇന്ത്യയുടെ അഗ്രികൾച്ചർ സെക്ടറിലാണ്. അവിടെ നമ്മൾ കൊണ്ടുവന്ന രണ്ട് കാര്യങ്ങളാണ്. ഏതൊക്കെയായിരുന്നു? ഒന്ന് ലാൻഡ് റിഫോംസ്, 2 ഗ്രീൻ റവല്യൂഷൻ. ഈ ലാൻഡ് റിഫോംസിൽ നമ്മൾ മെയിനായിട്ട് കൊണ്ടുവന്ന എന്തായിരുന്നു? ലാൻഡ് സീലിംഗ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ലാൻഡ് സീലിംഗ് പഠിച്ചിട്ടേ പോകാവൂ. അതേപോലെ ഗ്രീൻ റവല്യൂഷൻ അതിൻ്റെ നമ്മൾ ചെയ്യാനുള്ളത് അതിൻ്റെ ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട്. നിങ്ങൾ അതിൻ്റെ സവിശേഷതകൾ പഠിക്കുന്നു. അതേപോലെ അതിൻ്റെ പോസിറ്റീവ്സ് പഠിക്കാനുണ്ട്. അതേപോലെ അതിൻ്റെ നെഗറ്റീവ്സ് പഠിക്കാനുണ്ട്. പിന്നെ ആ പ്രോഗ്രാംസിൻ്റെ സ്റ്റാറ്റസ് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗ്രീൻ റവല്യൂഷൻ നിങ്ങൾ നോക്കേണ്ടതുള്ളത്. പിന്നീട് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഒക്യുപ്പേഷൻ സ്ട്രക്ചറാണ് പറയുന്നത്. മെയിനായിട്ട് ആളുകൾ ജോലി ചെയ്യുന്നതാണ് എല്ലാവർക്കും അറിയാം, ഇപ്പോഴും കാർഷിക രംഗം തന്നെയാണ്. അതൊന്ന് നോക്കിക്കണം. പിന്നീട് നിങ്ങൾ നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത സെക്ടർ എന്ന് പറയുന്നതാണ് ഇൻഡസ്ട്രിയൽ സെക്ടറാണ്. അവിടെ ഉണ്ടായിരുന്ന മെയിൻ പോളിസിയാണ് IPR 1956. ഓക്കെ, 1956 IPR മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ, വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതുപോലെ മറ്റൊരു കാര്യമായിരുന്നു ലൈസൻസ് പെർമിറ്റ് രാജ് സിസ്റ്റം ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. ഈ 3 കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്തു? നമ്മൾ ഫസ്റ്റ് സെക്ടർ തീർന്നു കഴിഞ്ഞു. അതേപോലെ സെക്കൻഡ് സെക്ടറും നമുക്ക് തീർന്നു കഴിഞ്ഞു. പിന്നീട് നമുക്കുള്ളത് തേർഡ് സെക്ടറാണ്, അഥവാ നമ്മുടെ ടേർഷ്യറി സെക്ടറാണ്. അതേതാണ്? ഇന്ത്യയിലെ ട്രേഡിനെ കുറിച്ച് പഠിക്കാനുള്ള. ഇന്ത്യക്ക് അന്നുണ്ടായിരുന്ന ട്രേഡ് പോളിസിയുടെ പേരാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ നോക്കണം. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് എഫക്റ്റ് ഓഫ് ദ പോളിസീസ് ഓൺ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ പോളിസിയുടെ സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊണ്ടുവന്ന പോളിസി അല്ലേ, അതായത് 1950 വരെ, 1950 മുതൽ 90 വരെയുള്ള 40 വർഷത്തോളം, ഓക്കെ, 40 വർഷത്തോളം ഇന്ത്യൻ എക്കോണമിയിൽ എന്ത് മാറ്റങ്ങളെ കൊണ്ടുവരാൻ പറ്റിയത് ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ മൊത്തത്തിൽ ഈ ചാപ്റ്റർ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സെക്ടർ 3 മാർക്ക് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് സെക്ടർ അഗ്രികൾച്ചറിൽ വന്ന മാറ്റങ്ങൾ പറഞ്ഞു, രണ്ടാമത് സെക്കൻഡറി സെക്ടർ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വന്ന മാറ്റങ്ങൾ പറഞ്ഞു, മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ ട്രേഡ് സെക്ടർ അഥവാ സർവീസ് സെക്ടറിൽ വന്ന നമ്മുടെ ടേർഷ്യറി സെക്ടറിൽ വന്ന മാറ്റങ്ങൾ പറഞ്ഞു. നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററിൽ അടുത്ത ഭാഗത്ത് നമുക്ക് നോക്കാനുള്ള തേർഡ് ചാപ്റ്ററിൽ നിന്ന് നോക്കാനുള്ള മെയിൻ കാര്യം LPGയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞല്ലേ. ഇന്ത്യയുടെ LPG അഥവാ ന്യൂ ഇക്കണോമിക് പോളിസിയെ കുറിച്ചാണ്. അതെന്താണെന്നില്ല കൃത്യമായിട്ട് നോക്കി വെക്കണം. പക്ഷേ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാനിവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കാനുണ്ട്. ഓക്കെ, ഒരു 8 ബാക്ക്ഗ്രൗണ്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 8 ബാക്ക്ഗ്രൗണ്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഒന്നാമതായിട്ട് പഠിക്കാനുള്ളത് ലിബറലൈസേഷൻ എന്താണെന്ന് പഠിക്കാനുള്ളത്. ലിബറലൈസേഷൻ മെയിനായിട്ട് 5 മേഖലയിലായിട്ട് നടത്തുന്നുണ്ടായിരുന്നത്. ആ 5 മേഖലകളൊക്കെ വെച്ചാൽ ഒന്നാമത്തെ ഇൻഡസ്ട്രിയൽ സെക്ടറാണ്, 2 ഫിനാൻഷ്യൽ സെക്ടറാണ്, 3 ടാക്സ് സെക്ടറാണ്, 4 ഫോറിൻ എക്സ്ചേഞ്ച് ആണ്, 5 ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ഇങ്ങനെ 5 സെക്ടറിൽ എന്തൊക്കെയായിരുന്നു ലിബറലൈസേഷൻ കൊണ്ടുവന്നുള്ള കാര്യം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പറയുന്നത് എന്താണ്? ഈ പ്രൈവറ്റൈസേഷനെ കുറിച്ച് പഠിക്കാനാണ്. അതിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് വിഡ്രോവലും അതേപോലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റും. അപ്പോൾ വിഡ്രോവൽ ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ 2 കോൺസെപ്റ്റുകളും പഠിച്ചിരിക്കുക. ലാസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളതാണ് ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ തന്നെ ആഗോളവൽക്കരണം. അതിനെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യം ഔട്ട്സോഴ്സിങ് എന്താണെന്ന് പഠിക്കണം. അതേപോലെ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്താണെന്ന് പഠിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഇനി ഏറ്റവും അവസാനം അല്ലേ, നമ്മുടെ ഈ LPG നമുക്ക് പോസിറ്റീവ് ആയിരുന്നു ഓർ നെഗറ്റീവ്? ഓക്കെ, നെഗറ്റീവ് ആയിരുന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയാണ് ലാസ്റ്റ് വരുന്നത്. അതിൻ്റെ ഒരു അസസ്മെൻ്റ് ആണ് വരുന്നത്. ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നിന്ന് ചോദിക്കാവുന്ന രീതിയിലാണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചാപ്റ്റർ 4 ആണ്, അഥവാ നമ്മുടെ പോവർട്ടിയെ കുറിച്ചുള്ള ചാപ്റ്ററാണ്. 4ാമത്തെ ചാപ്റ്റർ പോവർട്ടിയിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാൻ 2 ടേമുകളാണ്. ഒന്ന് റിലേറ്റീവ് പോവർട്ടി ആൻഡ് അബ്സല്യൂട്ട് പോവർട്ടി. ഓക്കെ, റിലേറ്റീവ് പോവർട്ടി ആൻഡ് അബ്സല്യൂട്ട് പോവർട്ടി രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. പിന്നീട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഈ പോവർട്ടി മെഷർ ചെയ്യാനുള്ള നമ്മുടെ 2 മെഷേഴ്സ് ഉണ്ട്, 2 മെത്തേഡുകളുണ്ട്. ഒന്ന് കലോറിയുടെ ബേസിലും, 2 ചെലവ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അഥവാ ഒരാൾക്ക് വരുന്ന ചെലവിനെ അടിസ്ഥാനമാക്കിയിട്ടും അതുപോലെ അയാൾക്ക് വേണ്ടി വരുന്ന കലോറി അടിസ്ഥാനമാക്കിയിട്ടുള്ള 2 ക്രൈറ്റീരിയകളുള്ളത്. അത് നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. അതായത് കലോറി കൺസംഷൻ്റെ ബേസിൽ നമുക്കറിയാം 2400, 2100 അല്ലേ.
നഗരങ്ങളിലാണെങ്കിൽ 2100, ഗ്രാമങ്ങളിലാണെങ്കിൽ 2400 അങ്ങനെ നമുക്കറിയാം. പിന്നെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ നമുക്കറിയാം 1400 വെച്ചുള്ള ഒരു എമൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഗ്രാമങ്ങൾ 972, നഗരങ്ങളാകുമ്പോൾ 1407 രൂപ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് നോക്കി വെക്കുക. പിന്നെ നമുക്ക് നോക്കാനുള്ള ഫീച്ചേഴ്സ് ഓഫ് പോവർട്ടിനെ ഷുവറായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് പോവർട്ടിയുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടൻസ് ഓഫ് പോവർട്ടി മെഷർമെന്റ്. എന്തിനാണ് നമ്മൾ ഈ പഠനമൊക്കെ നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ വരാനും ചാൻസ് കൂടുതലാണ്. കാരണം പോവർട്ടി എസ്റ്റിമേഷൻ എന്തിനാണ് നമ്മൾ നടത്തുന്നത്, പഠിക്കുന്നതിൽ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ചോദ്യം ചോദിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് പോവർട്ടി ലൈനുമായിട്ട് ബന്ധപ്പെട്ടാണ് വരിക. എന്താണ് പോവർട്ടി ലൈൻ? അതുമായിട്ട് പഠിക്കാൻ വേണ്ടി എന്തെങ്കിലും കമ്മിറ്റികൾ, നമുക്കൊരു 6 കമ്മിറ്റികളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവസാനം പറഞ്ഞിരിക്കുന്ന രംഗരാജൻ കമ്മിറ്റി പഠിച്ചിരിക്കണം. ഇനി അടുത്ത് പറയാനുള്ള ഈ പറഞ്ഞ പോവർട്ടി ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ചും ലാസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ള എന്താണ്, മെത്തേഡ്സ് ടു റിമൂവ് പോവർട്ടി അല്ലേ. പോവർട്ടി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി 4 മെത്തേഡ്സ് ഉണ്ടല്ലോ. ആ 4 മെത്തേഡ്സ് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. 4 മെത്തേഡ്സ് നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. 1, 2, 3, 4. ഇത് 4ഉം പഠിക്കാതെ എന്ത് ചെയ്യരുത്, പരീക്ഷയ്ക്ക് പോകരുത്. ഓക്കെ, നമ്മൾ പഠിച്ചതിൻ്റെ വേജ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം, പിന്നെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത് ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം. ഇങ്ങനെ 4 പ്രോഗ്രാംസുകൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. എന്ത് ചെയ്തു, പോവർട്ടി എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർന്നു. പിന്നെ നമുക്കതിൽ നോക്കാനുള്ള ഈ പ്രോഗ്രാംസ് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. പോവർട്ടി എറാഡിക്കേഷൻ പ്രോഗ്രാം എന്താ, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പറഞ്ഞു, വേജ് എംപ്ലോയ്മെൻറ്റ് പറഞ്ഞു അല്ലേ. ഒരാൾ സ്വന്തം ജോലി ചെയ്യുന്നു, മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നു, ആ 2 വ്യത്യാസങ്ങളാണ് പറയുന്നത്. പിന്നെ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാം, ഏറ്റവും അവസാനം ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഒരു അസസ്മെൻറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഇത് പോസിറ്റീവ് ആയിരുന്നു അതോ നെഗറ്റീവ് ആയിരുന്നു, അഥവാ സക്സസ്ഫുൾ ആയോ അതോ തോൽവിയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാനുണ്ട്. അത്രയും കാര്യം നമുക്ക് എന്തെങ്കിലും കൃത്യമായിട്ട് നോക്കിയിരിക്കണം. പിന്നെ നമുക്ക് നോക്കാനുള്ള അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ 5ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, ഈ 5ാമത്തെ ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ക്യാപിറ്റലായിട്ട് ബന്ധപ്പെട്ട് ആകെ 2 കോൺസെപ്റ്റ് പഠിക്കാനുള്ളൂ. ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണെന്നും അതിൻ്റെ സോഴ്സുകൾ എന്താണെന്നും. സോഴ്സ് മെയിനായിട്ട് 5 സോഴ്സുകളാണ് നമുക്കുള്ളത്. ആ 5 സോഴ്സുകൾ: ഒന്നാമത് എഡ്യൂക്കേഷനിൽ നടത്തുന്നത്, 2 ഹെൽത്ത്, 3ാമത് ജോബ് ട്രെയിനിങ്, 4ാമത്തെ മൈഗ്രേഷൻ, അവസാനവുമായിട്ട് ഇൻഫർമേഷൻ. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ എന്തെങ്കിലും നിർബന്ധമായിട്ട് നോക്കുക. പിന്നെ ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്താണെന്നുള്ള ജസ്റ്റ് ഒരു ഡെഫിനിഷൻ കൂടി അല്ലെങ്കിൽ വ്യത്യാസം കൂടി പഠിച്ചിരിക്കണം. അതായി കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ തീർന്നു. ഇത് നിങ്ങൾക്കൊരു 3 or 4 മാർക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് 6th ചാപ്റ്റർ നമുക്കറിയാം റൂറൽ ഡെവലപ്മെന്റ് അല്ലേ, അഥവാ ഗ്രാമീണ വികസനമാണ്. ഗ്രാമീണ വികസനം എന്താണെന്നുള്ളൊരു ഡെഫിനിഷൻ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട അതിൻ്റെ മെയിൻ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം. അടുത്ത നിങ്ങൾ പഠിക്കേണ്ട റൂറൽ ക്രെഡിറ്റ് അഥവാ ഗ്രാമീണ ജനങ്ങൾക്ക് ലോൺ കൊടുക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ പഠിച്ചിട്ടല്ലേ. അപ്പോൾ ഈ പറഞ്ഞ ലോൺ കൊടുക്കുന്ന സംവിധാനങ്ങൾ മെയിനായിട്ട് 2 രീതിയിലാണ് സോഴ്സുകൾ വരുന്നത്. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്ത രീതിയിലും മറ്റൊന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടുള്ള രീതിയിലും. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ രീതിയിൽ വരുന്ന ഒരു 7 എണ്ണത്തോളം, ഓക്കെ 7 എണ്ണത്തോളം നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് നോക്കി വെക്കുക. ഒന്നാമത്തത് കോപ്പറേറ്റീവ് ക്രെഡിറ്റുകൾ, 2 ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്, നമ്മുടെ LDB ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്ക് അഥവാ നമ്മൾ പറയാറുണ്ട് RRBകൾ. ഓക്കെ, RRBകൾ വഴിയുള്ള ലോണുകൾ. പിന്നെ നബാർഡ്, സെൽഫ് ഹെൽപ്പിംഗ് ഗ്രൂപ്പ് ആൻഡ് അഗ്രികൾച്ചറൽ മാർക്കറ്റ്. ഇത്രയും കാര്യം നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, റൂറൽ ഡെവലപ്മെൻറ്റ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അടുത്ത് നമുക്ക് നോക്കാനുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡിഫക്റ്റുകൾ, പ്രശ്നങ്ങളാണ് നോക്കാനുള്ളത്. അതുപോലെ അത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള മെത്തേഡ്സുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി. വളരെ ഷുവറാണ്, ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഷുവറായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. ലാസ്റ്റ് വൺ നമുക്ക് വരുന്നത് ഓർഗാനിക് ഫാമിംഗ്. ഇത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, 8ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്ത ചാപ്റ്ററാണ് എംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് അല്ലേ. ഈ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾ നോക്കേണ്ടത് എംപ്ലോയ്മെൻറ്റ് ടൈപ്സ് ഓഫ് വർക്കേഴ്സ്. ഓക്കെ, നമുക്കറിയാം 2 ടൈപ്പ് വർക്കേഴ്സ് ആണുള്ളത്. ഒന്ന് ഫോർമലും മറ്റൊന്ന് ഇൻഫോർമലായിട്ടാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ ഫോർമലും ഉണ്ട് അതേപോലെ ഇൻഫോർമലും ഉണ്ട്. എന്തൊക്കെയാണ് തമ്മിലുള്ള വ്യത്യാസം എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള അൺഎംപ്ലോയ്മെൻറ്റ് പ്രധാനപ്പെട്ട ടൈപ്പുകൾ നമുക്ക് 3, 4, 5, 6 മെയിനായിട്ട് പറയുന്നത്. പക്ഷെ നമ്മൾ 5 പഠിച്ചാൽ മതി. ഒന്ന് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ്, ഡിസ്ഗേറ്റഡ് എന്താണ്, ഇൻഡസ്ട്രിയൽ എന്താണ്, എഡ്യൂക്കേറ്റഡ് എന്താണ്, അതേപോലെ ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെൻറ്റ് ആണ്. പിന്നെ ഒരു ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അത് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒന്നാണ്, ഏതൊന്ന് കണ്ടെത്തുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് വരെ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറഞ്ഞ റേറ്റ്, അതുപോലെ ഈ പറഞ്ഞ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറഞ്ഞത്, പിന്നെ അതുപോലെ സെക്ടർ വൈസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന മേഖലയിൽ തന്നെ നമ്മളൊരു പൈ ഡയഗ്രാം വരച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ. പൈ ഡയഗ്രാം പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് നോക്കാം. 8ാമത്തെ ചാപ്റ്ററാണ്. 8ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ചാപ്റ്ററിൽ നമുക്ക് രണ്ടായിട്ട് ഇരിക്കാം. ഒന്ന് എൻവയോൺമെന്റിനെ കുറിച്ച് മാത്രം പറയുന്നത്, അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് അതിൻ്റെ ഫങ്ഷൻസ് ആണ്. ഫങ്ഷൻസ് 4 ഫങ്ഷൻസ് ആണ് മെയിനായിട്ട് അതിനുള്ളത്. നിർബന്ധമായിട്ട് എന്തെങ്കിലും പഠിച്ചിരിക്കണം. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ കപ്പാസിറ്റീസ് ആണ് പഠിക്കണം. നമുക്ക് അസിമിലേഷൻ കപ്പാസിറ്റി ആൻഡ് നമ്മൾ പഠിച്ചിട്ട് അസിമിലേഷൻ കപ്പാസിറ്റി പറഞ്ഞു, അതേപോലെ തന്നെ ആക്സസിബിലിറ്റി കപ്പാസിറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസിമിലേഷൻ കപ്പാസിറ്റി നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. പിന്നെ ഗ്ലോബൽ വാർമിംഗ് എന്താണെന്നും ഓസോൺ ഡിപ്ലേഷൻ എന്താണെന്നും ലാൻഡ് ഡിഗ്രഡേഷൻ എന്താണെന്നും ഇത് മൂന്നുമാണ് നമുക്ക് മെയിനായിട്ട് പറഞ്ഞത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഈ 3 നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുക. ഒന്ന് ആഗോളതാപനം, 2 ഓസോൺ പാളിയുടെ നാശം, 3ാമത്തെ മണ്ണിൻ്റെ നശീകരണം, മണ്ണ് നശീകരണം എന്നാണ് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 3 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് 3 നമുക്കവിടെ മെയിനായിട്ട് പഠിക്കാനുള്ള ഇഷ്യൂസ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. പിന്നെ നമുക്ക് നോക്കാനുള്ള ഇന്ത്യയുടെ എൻവയോൺമെൻറ്റ് എന്താണെന്ന് നോക്കാനുണ്ട്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്താണ്, ഈ ഒരു കാര്യം പഠിക്കാനുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജികൾ പഠിക്കാനുണ്ട്. അതിൽ വരുന്ന ഒന്നാണിത് നമ്മൾ ഈ പറയുന്ന ഓർഗാനിക് ഫാമിംഗ്. ഓക്കെ, നേരത്തെ ജസ്റ്റ് സൂചിപ്പിച്ചല്ലോ 6ാമത്തെ ചാപ്റ്ററിൽ, അതിൽ വരുന്നതാണ് ഈ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കിയിരിക്കണം. ഇനി ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് പറയാൻ പോകുന്നത്. അതായത് ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും തമ്മിലൊരു കമ്പാരിസനാണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് എന്തായിരുന്നു, പാകിസ്ഥാൻ എന്തായിരുന്നു, ചൈന എന്തായിരുന്നു, ഈ ഒരു കമ്പാരിസൺ നടക്കുന്നതാണ് ചെയ്യുന്നത്. അതിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടത് ഓരോന്നിൻ്റെയും ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ്, ഓരോ രാജ്യങ്ങളുടെയും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ എല്ലാവർക്കും തമ്മിലുള്ള സക്സസ് സ്റ്റോറീസ് ഉണ്ട് അല്ലേ, ആരൊക്കെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സക്സസ് സ്റ്റോറീസ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ ഇന്ത്യക്കും പാകിസ്ഥാനുള്ള കോമൺ ഫെയിലിയർ, ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിൽ പഠിച്ചിരിക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. ഇത്രയും കാര്യം ചെയ്ത് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നല്ല മാർക്കുകൾ സ്കോർ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പറഞ്ഞ 9 ചാപ്റ്റർ നിങ്ങൾ പഠിക്കേണ്ടത്. ഏകദേശം ഒരു 40 മാർക്കിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ മിനിമം 40 മാർക്കെങ്കിലും ഈ പറഞ്ഞ ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ് ഓൾ. ബൈ.